എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്ന വീഡിയോ UK-ൽ കാറ് മേടിക്കുന്നതിനെ പറ്റിയും അതുപോലെ കാറിൻ്റെ ഇൻഷുറൻസ്, അതിൻ്റെ MOT, അതുപോലെ റോഡ് ടാക്സ്, പിന്നെ കാറ് വിൽക്കുന്നതിനെ പറ്റിയും അത് സ്ക്രാപ്പ് ചെയ്യുന്നതിനെ പറ്റിയും ഉള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഒന്നാമതായിട്ട് നമുക്ക് കാറ് എങ്ങനെ വാങ്ങിക്കാം എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു സെക്കൻഡ് ഹാൻഡ് കാറാണ് മേടിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നമുക്ക് അടുത്തുള്ള ഒരു ലോക്കൽ ഗ്യാരേജോ അല്ലെങ്കിൽ ഒരു ലോക്കൽ ഷോറൂമോ അല്ലെങ്കിൽ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഏതെങ്കിലും കാറിൻ്റെ ഷോറൂം അടുത്തുണ്ടാവും. ഇപ്പോൾ റെപ്യൂട്ടഡ് ആയിട്ടെന്ന് പറഞ്ഞാൽ ബെൻസ്, ബെന്റ്ലി, അതുപോലെ BMW, ടയോട്ട, നിസാൻ. അപ്പോൾ അങ്ങനെയുള്ള ഏതെങ്കിലും ഷോറൂമിൽ ഇപ്പോൾ നമ്മൾ പുതിയതാണെങ്കിൽ പുതിയത് ആ ഷോറൂമിൽ നിന്ന് മേടിക്കാം. പഴയതാണെങ്കിൽ യൂസ്ഡ് കാറും അതേ ഷോറൂമിൽ തന്നെ ഉണ്ട്, അവിടെ നിന്ന് മേടിക്കാം. പിന്നെ ഓൺലൈനായിട്ട് നമ്മൾ മേടിക്കാൻ ഉള്ള വെബ്സൈറ്റുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർ ഗുരു, അതുപോലെ ഓട്ടോ ട്രേഡർ, പിന്നെ ഗംട്രീ, ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസ്, അതുപോലെ ബൈ എനി കാർ. അപ്പോൾ അങ്ങനെയുള്ള വെബ്സൈറ്റുകളിൽ നിന്ന് ഓൺലൈനായിട്ട് മേടിക്കാം. പിന്നെ ഓൺലൈനായിട്ട് മേടിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ വഞ്ചിക്കപ്പെടാനുള്ള സാധ്യതകളും കാര്യങ്ങളും വളരെ കൂടുതലാണ്. പിന്നെ നമ്മുടെ അടുത്ത ലോക്കൽ വർക്ക്ഷോപ്പിൽ നിന്ന് മേടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വാറണ്ടിയും കാര്യങ്ങളും ഉണ്ടാവും. പിന്നെ പുതിയ കാറാണെങ്കിൽ അതിന് ഓരോ കമ്പനികളും അതിന് വാറണ്ടിയും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതാണ് കാറ് മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. മെയിനായിട്ട് നമ്മൾ ഓൺലൈനിൽ നിന്ന് മേടിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്ത് ലോക്കലായിട്ടുള്ള വർക്ക്ഷോപ്പിൽ നിന്നോ ഷോറൂമിൽ നിന്നോ മേടിക്കുമ്പോൾ നമുക്ക് പ്രശ്നമില്ല. ഇപ്പോൾ പുതിയ കാറ് മേടിക്കുമ്പോൾ അതും നമുക്ക് ഓൺലൈൻ വഴി തന്നെ ബുക്ക് ചെയ്ത് നമുക്ക് അതായത് ഷോറൂം ഡെലിവറി ചെയ്ത് തന്നെ പരിപാടിയാണ്. ബെറ്റർ നമ്മൾ ഷോറൂമിൽ പോയി കണ്ട്, ഇപ്പോൾ പുതിയതാണെങ്കിലും കണ്ട് കൺഫേം ചെയ്ത് മേടിക്കുകയായിരിക്കും ബെസ്റ്റ് പരിപാടി. അപ്പോൾ അതാണ് കാറ് മേടിക്കുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങൾ. പിന്നെ അതിൻ്റെ ഇൻഷുറൻസാണ്. ഇപ്പോൾ കാറ് മേടിച്ചതിന് ശേഷം നമ്മൾ ഇൻഷുറൻസ് മെയിനായിട്ട് confused.com അല്ലെങ്കിൽ ഗോ കമ്പയർ. അപ്പോൾ ഈ രണ്ട് വെബ്സൈറ്റുകളിൽ നിന്ന് നമുക്ക് നമ്മുടെ കാറിൻ്റെ ഡീറ്റെയിൽസും നമ്മുടെ പേരും കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുത്തിട്ട് നമുക്ക് ഏറ്റവും നമ്മുടെ അനുയോജ്യമായിട്ടുള്ള കോട്ട് നോക്കി നമുക്കത് കോട്ട് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അത് ഇൻഷുറൻസ് ഇവിടെ ഇപ്പോൾ നിലവിലായിട്ട് കുറേ ഇൻഷുറൻസ് കമ്പനികളുണ്ട് കാറിന് ഇൻഷുറൻസ് കൊടുക്കണം. അപ്പോൾ അതിൽ നമുക്ക് പറ്റിയത് നമ്മുടെ റിക്വയർമെൻറ്റിന് പറ്റിയ ഇൻഷുറൻസ് അതിൽ നിന്ന് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. പിന്നെ അടുത്തതായിട്ട് മൂന്നാമതായിട്ട് വരുന്നതാണ് റോഡ് ടാക്സ്. ഇവിടെ പ്രത്യേകം ഓർക്കേണ്ടത് MOT എന്ന് പറഞ്ഞാൽ മിനിസ്ട്രി ഓഫ് ട്രാൻസ്പോർട്ട്, അതുപോലെ റോഡ് ടാക്സും ഇല്ലാതെ നമുക്ക് കാറ് റോഡിൽ ഇറക്കുന്നത്, അതായത് അത് പെനാൽറ്റിക്കും അതുപോലെ കാറ് കണ്ടുകെട്ടുന്നതിനും വരെ ഉള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് നിർബന്ധമായിട്ടും റോഡ് ടാക്സ് എടുക്കണം. അപ്പോൾ അത് റോഡ് ടാക്സ് എടുക്കാനായിട്ട് നമ്മൾ DVLAയുടെ വെബ്സൈറ്റിൽ പോയിട്ട് അതിൽ റോഡ് ടാക്സ് എന്നുള്ളത് ഇത് ഫില്ല് ചെയ്ത് കാര്യങ്ങളെല്ലാം കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ആ കാറിൻ്റെ വിലയുടെ അനുസരിച്ചിട്ടും അതിന് ഓരോ മാസം മന്ത്ലി ആയിട്ട് റോഡ് ടാക്സ് പേയ്മെൻറ്റ് ഉണ്ട്. അപ്പോൾ അത് 8 പൗണ്ട് മുതൽ ചിലപ്പോൾ 20 പൗണ്ട് വരെ ചില കാറുകൾക്ക് ഈടാക്കാം. അപ്പോൾ അത്രയും റേറ്റിലാണ് കാറിന് ഇൻഷുറൻസ് മാസം വരുന്നത്. അത് ഓരോ കൊല്ലവും ഓട്ടോമാറ്റിക്കായിട്ട് അത് റിന്യൂ ചെയ്യപ്പെടുന്നതാണ് ഈ കാറിൻ്റെ റോഡ് ടാക്സ്. പിന്നീട് വരുന്നതാണ് MOT എന്ന് പറഞ്ഞാൽ മിനിസ്ട്രി ഓഫ് ട്രാൻസ്പോർട്ട് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. അപ്പോൾ അത് ഓരോ കൊല്ലവും അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ സേഫ്റ്റി, അതുപോലെ ആ വണ്ടിയുടെ എക്സോസ്റ്റ് എമിഷൻ, അപ്പോൾ പുകയുടെ ഒരു മാലിന്യം കാര്യങ്ങളൊക്കെ പരിശോധിക്കും. പിന്നെ ഇപ്പോൾ ആ വണ്ടി ഓവറോൾ റോഡിലുള്ള ആ വർത്തിനെസ്, ഇപ്പോൾ വണ്ടിയുടെ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ആ സമയത്ത് ഈ MOTയിൽ അത് ചൂണ്ടിക്കാണിക്കും. അപ്പോൾ MOT ഫെയിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി റിപ്പയർ ചെയ്യുകയോ അല്ലെങ്കിൽ അത് ബാക്കിത്തെ അതിൻ്റെ പോരായ്മകളെല്ലാം ദൂരീകരിച്ചതിന് ശേഷമാണ് അടുത്ത നമ്മുടെ MOT പാസ്സാക്കി തരുള്ളൂ. അപ്പോൾ അത് MOT ആണ്, അത് ഓരോ വർഷവും വരുന്നതാണ്. അപ്പോൾ അത് ഇപ്പോൾ കാറിൻ്റെ വൈപ്പറിന് പ്രശ്നമാണെങ്കിൽ അത് റിപ്പയർ ചെയ്തതിന് ശേഷം ആണ് MOT പാസ്സാക്കി വിടുള്ളൂ. അപ്പോൾ അതാണ് നാലാമതായിട്ട് വരുന്ന കാര്യം. പിന്നെയുള്ളത് കാറ് വിൽക്കാൻ എങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ കാറ് MOTക്ക് ഫെയിൽഡായി
മൈനറായിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിൽ നമുക്ക് തീർക്കാം. പക്ഷെ മേജറായിട്ടുള്ള ഇഷ്യൂ ആണ്, ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള റിപ്പയറിങ് ആണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കാർ ഒന്നുകിൽ വിൽക്കുകയോ അല്ലെങ്കിൽ സ്ക്രാപ്പിന് കൊടുക്കുക. സ്ക്രാപ്പ് എന്ന് പറഞ്ഞാൽ പാട്ട വിലക്ക് കൊടുക്കുന്നതിനാണ് സ്ക്രാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് കൊടുക്കുകയോ ചെയ്യുന്നതാണ് അടുത്ത പരിപാടി. അപ്പോൾ അത് ഇപ്പോൾ കാറിന് ഇപ്പം നമ്മുടെ നാട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലച്ചിൻ്റെ പ്രശ്നം അല്ലെങ്കിൽ ഗിയർ ബോക്സിൻ്റെ പ്രശ്നം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒട്ടുമിക്ക മെക്കാനിക്കുകൾ അതൊക്കെ ഗിയർ ബോക്സൊക്കെ അഴിച്ചിട്ട് അത് സെറ്റ് ചെയ്ത് റെഡിയാക്കി തരും. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടിക്കണേന് റിപ്പയർ ചെയ്യണതിനൊക്കെ മണിക്കൂറിന് വെച്ച് പൈസ ആയതുകൊണ്ട് ഭയങ്കര ലേബർ കോസ്റ്റ് കൂടുതലായതുകൊണ്ടും പിന്നെ ഇവിടെയുള്ള ആളുകൾ അങ്ങനെ അഴിച്ചിട്ട് ഇതാക്കില്ല. ഇപ്പോൾ ഒരു ഗിയർ ബോക്സ് പ്രശ്നം വന്നു കഴിഞ്ഞാൽ നേരെ പുതിയ ഗിയർ ബോക്സ് മേടിക്കുക, എടുത്തു വയ്ക്കുക. അപ്പോൾ അതിന് തന്നെ ആ ഒരു എക്സ്പെൻസ് ഭയങ്കരമായിട്ടുള്ള കൂടുതലാണ് ഇവിടെ. അപ്പോൾ ആ ഒട്ടുമിക്ക ആളുകളും മേജറായിട്ടുള്ള പ്രശ്നം വരുമ്പോൾ കാർ എങ്ങനെയെങ്കിലും അത് തട്ടി ഒഴിവാക്കാൻ അല്ലെങ്കിൽ അത് സ്ക്രാപ്പിന് കൊടുക്കാനാണ് ശ്രമിക്കുകയുള്ളൂ. ഇപ്പോൾ ഈ കാറ് വിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ മാതിരി തന്നെ കാറ് പർച്ചേസ് ചെയ്ത് അതേ ഇതിൽ തന്നെ ഓട്ടോ ട്രേഡർ, ഇപ്പോൾ ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിൽ ഫ്രീ ആയിട്ട് നമുക്ക് കാറ് വിൽക്കാനായിട്ട് ഇടാം. പക്ഷേ ബാക്കിയുള്ള ഓട്ടോ ട്രേഡർ ഇതിലൊക്കെ പൈസ കൊടുക്കണം. കാർ ഗുരു അങ്ങനെയുള്ളതിലൊക്കെ പേയ്മെൻ്റ് ഉണ്ട്. ഗം ട്രീ അതിലൊക്കെ പേയ്മെൻ്റ് ഉണ്ട്. പിന്നെ ഈ മോട്ടോർവേ എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്. അപ്പോൾ അതിൽ ഫ്രീ ആയിട്ട് നമുക്ക് നമ്മുടെ കാർ വിൽക്കാനുള്ളത് ഇടാനായിട്ട് പറ്റും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വണ്ടി ഓടില്ലാത്ത കോലത്തിലുള്ളതാണെങ്കിൽ സ്ക്രാപ്പ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഗൂഗിളിൽ ചെക്ക് ചെയ്ത ഒരുപാട് സ്ക്രാപ്പിംഗ് കമ്പനികളുണ്ട്. മറ്റേ AC ബ്രേക്കർ അങ്ങനെ ഒരുപാട് മറ്റേ റെഡ്കോൺ അപ്പം അങ്ങനെ ഒരുപാട് കമ്പനികളുണ്ട്. അപ്പോൾ അവർ ജസ്റ്റ് നമ്മൾ ആ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് അതെടുത്തിട്ട് നമ്മുടെ ലൊക്കേഷനും കാര്യങ്ങളും കൊടുത്ത് അവർ വന്ന് എടുക്കും. പക്ഷേ ഈ സ്ക്രാപ്പ് ചെയ്യണ വണ്ടിക്ക് എന്ന് പറഞ്ഞാൽ ചെറിയ പൈസ കിട്ടുള്ളൂ. ചെറിയ പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 200-300 പൗണ്ട് അത്രയും ഒരു ഇത്. ഇപ്പോൾ എത്ര വലിയ വണ്ടിയാണെങ്കിൽ ആ വണ്ടിക്ക് മേജർ ഇഷ്യൂ വന്നു, അപ്പോൾ അത് സ്ക്രാപ്പ് ചെയ്യാൻ നേരത്ത് ആ ഒരു ചെറിയ വിലയാണ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് UK കാറ് മേടിക്കുന്നത് മുതൽ അത് വിൽക്കുന്ന വരെയുള്ള കാര്യങ്ങളെ പറ്റിയുള്ള വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദി.